ആദ്യം ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, കേരളത്തിന്റെ പാരിസ്ഥിതികമായ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഉത്തരവാദിത്തപരമായിട്ടുള്ള നിക്ഷേപം, ഉത്തരവാദിത്തപരമായിട്ടുള്ള വ്യവസായം, ഈ കാഴ്ചപ്പാടാണ് പിണറായി സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അതനുസരിച്ചുള്ള ഒരു ഗ്ലോബൽ സമ്മിറ്റിലേക്ക് വരുമ്പോൾ പ്രതിപക്ഷമടക്കമുള്ളവരുടെ പിന്തുണ ഈ സംഗമത്തിനുണ്ട്. എത്രത്തോളം വലിയൊരു പ്രതീക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, ആത്മവിശ്വാസമുണ്ട് ആ പ്രതീക്ഷയ്ക്കൊപ്പം തന്നെ? ഇതില് കേരളത്തിൽ കഴിഞ്ഞ 8 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഇൻവെസ്റ്റേഴ്സിനെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി പരിപാടികൾ, ഇപ്പോൾ ലോക കേരള സഭ ഉൾപ്പെടെ അതിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റുകൾ നിരവധി ഈ കഴിഞ്ഞ കാലത്ത് നടന്നു. തീർച്ചയായും ഇതുവരെ ഇതിനോടൊന്നും സഹകരിക്കാതിരുന്ന പ്രതിപക്ഷം ഇത്തവണ ഇതിൽ പങ്കെടുക്കാൻ തയ്യാറായി എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷകരമായിട്ടുള്ള സംഗതിയാണ്. ഇവിടെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഇതുപോലെയുള്ള ചില നിക്ഷേപ സംഗമങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ആ കാലത്ത് അതിന് ഫലമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ചരിത്രം നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്. അതല്ലാതെ കേവലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രചാരവേലയല്ലത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണാൻ പഠിക്കുകയാണെങ്കിൽ ലോകത്തിലെ മികച്ച ബിസിനസ് ഇൻക്യുബേറ്ററായി കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മിഷനെ തെരഞ്ഞെടുത്തിരിക്കുന്ന കേരള ഗവൺമെന്റ് അല്ല, UBI ഗ്ലോബലാണ്. അവർ പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ബിസിനസ് ഇൻക്യുബേറ്റർ കേരളമാണെന്നാണ്. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം നമ്മളിപ്പോൾ കോൺഗ്രസിന്റെ MP ആശ്രയിച്ചിരിക്കുന്നത് അതിന്റെ റിപ്പോർട്ടാണ്. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് പ്രകാരം ശശി തരൂർ പറഞ്ഞിരിക്കുന്ന ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എഫോർഡബിൾ ടാലന്റിൽ ഏഷ്യയിൽ ഒന്നാമതായിട്ട് ഇന്ന് കേരളം വന്നിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇപ്പോൾ എല്ലാ ഗവൺമെന്റുകളും ഒരുപോലെയാണെന്ന് പറയുന്നതോടെ ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് കേരളത്തിന്റെ സ്ഥാനം എന്താ? 28ആണ്. അത് കുറച്ച് 15ആയി. ഈ വർഷം അത് 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. സ്റ്റാർട്ടപ്പുകളുടെ ആഗോള വളർച്ച, ഇതെല്ലാം ഇതും ഈ പറഞ്ഞ റിപ്പോർട്ടാണ്, ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലുള്ള സ്റ്റാർട്ടപ്പ് ആഗോള വളർച്ചാ ശതമാനം 46ആണ്. കേരളത്തിൽ അതേസമയം അതിന്റെ ഏതാണ്ട് 6 ഇരട്ടിയാണ്, 254%. അതുപോലെ തന്നെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇവിടെ ഹൈ ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ ഈ കാലത്ത് നടന്നു. അത് വ്യവസായ വികസനത്തിന് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതുപോലെ തന്നെ കേരളത്തിലേക്ക് ആവശ്യമായിട്ട് വൈദ്യുതി, പവർ കട്ട് ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് ഇന്ന് കേരളം. സമ്പൂർണ്ണ വൈദ്യുതീകരണം നടന്നിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇതെല്ലാം വ്യവസായ നിക്ഷേപത്തിന് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ NHന്റെ പണി 40 കൊല്ലമായിട്ട് നടക്കാത്തത് ഇപ്പോൾ നടക്കാൻ ഇക്കൊല്ലം പൂർത്തീകരിക്കപ്പെടും. അതുപോലെ ഗ്യാസ് പൈപ്പ് ലൈൻ വന്നു കഴിഞ്ഞു. കേരളത്തിൽ എവിടെ വ്യവസായം ആരംഭിച്ചാലും അവിടെയെല്ലാം തന്നെ ഗ്യാസ് കൊടുക്കാൻ വേണ്ടി കഴിയാവുന്ന ടെർമിനൽ ഇന്ന് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. എവിടെയും കേരളത്തിൽ വൈദ്യുതി കൊടുക്കാൻ വേണ്ടി കഴിയാവുന്ന സംവിധാനം ഇന്ന് കേരളത്തിൽ വന്നിരിക്കുന്നു. വലിയ നിലക്കുള്ള റോഡ് കണക്ടിവിറ്റി നാട്ടിലാകത്തിന് ഉയർന്നു വന്നിരിക്കുന്നു. ഇത് ഉയർത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ വ്യവസായ രംഗം വികസിക്കുന്നത്. അതിനുവേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയിരിക്കുന്ന നീക്കങ്ങൾ ചെറുതല്ല. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും കൊച്ചിയിൽ ഹൈഡ്രജൻ വാലി പ്രോജക്ട്, അത് നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും വേൾഡ് ഇക്കോണമിക് ഫോറം ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ലോകത്തിലെ 13 ലീഡിംഗ് ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ക്ലസ്റ്ററിൽ ഒന്ന് അതാണ് എന്നുള്ളത് ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന് പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോ എത്രമാത്രം വലിയ വികാസമാണ് വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെങ്ങനെ സംഭവിച്ചതാ? നേരത്തെയുള്ള ഗവൺമെന്റ് തുടർച്ചയായി സംഭവിച്ചതല്ല. ഇപ്പൊ നിങ്ങൾ കാണാൻ വേണ്ടി കേരള ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തെ LDFന്റെ ഗവൺമെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം പാസാക്കി. കേരള മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ് ഫെസിലിറ്റേഷൻ ആക്ട് 2019. ആ ആക്ട് പാസാക്കുന്ന സമയത്ത് അന്ന് വ്യവസായ മന്ത്രിയുടെ PS ആയിരുന്നു ഞാൻ. എനിക്ക് അതിന്റെ എല്ലാ വിശദാംശങ്ങളെ സംബന്ധിച്ചും അറിയാം. കേരളത്തിൽ എത്തിച്ചേരുന്ന വ്യവസായികൾക്ക്, പ്രത്യേകിച്ച് മൈക്രോ സ്മോൾ മീഡിയം വ്യവസായികൾക്ക് ഒരു പ്രയാസമില്ലാതെ അവർക്ക് വ്യവസായം ആരംഭിക്കാനും 3.5 കൊല്ലത്തിനുള്ളിൽ മാത്രം ലൈസൻസ് വാങ്ങിയാൽ മതി എന്ന് പറയുന്ന ഒരു നില ഉണ്ടാക്കിയിട്ടുള്ളത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റാണ്. ഇത് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ബ്രെയിൻ ഡ്രെയിനാണ്. ലക്ഷക്കണക്കിന് കോടി രൂപ ചെലവഴിച്ച് നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നു. പക്ഷെ അവരുടെ സേവനമെല്ലാം കിട്ടുന്നത് അന്യ സംസ്ഥാനങ്ങളിലോ അന്യ രാജ്യങ്ങളിലോ ആണ്. അവർക്ക് ഇവിടെ ജോലി കൊടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. അപ്പോൾ അവരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനും അതുപോലെ കേരളം ഉണ്ടാക്കിയിരിക്കുന്ന ഈ ബ്രെയിനിന്റെ യഥാർത്ഥമായ സേവനം കേരളത്തിന് കിട്ടാൻ വേണ്ടി കഴിയണമെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവണം, വ്യവസായ നിക്ഷേപം വരണം.
അതിനു വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളാണ് ശ്രീ എം പ്രകാശൻ മാസ്റ്റർ ദോഷൈക ദൃക്കായിട്ട് ഈ ചർച്ചയെ കാണുന്നേയില്ല. പ്രതിപക്ഷം പോലും ഇതിൽ വളരെ പിന്തുണ നൽകിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു മാധ്യമവും ഇതിനെ ദോഷൈക ദൃക്കായി കാണുന്നില്ല. അപ്പോഴും ഇത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നുള്ളൊരു സംശയം ഒരു വശത്ത് സ്വാഭാവികമായിട്ട് ഉയർന്ന കാര്യമാണ്. അപ്പോഴും CPM ഇതിന് മുൻകാലങ്ങളിൽ സ്വീകരിച്ച പല നിലപാടുകളും ചില ഐറണികളായിട്ട് ഇതിനിടയിൽ ഉയർന്നു വരാറുണ്ട്. അത് 2012 ആഗോള നിക്ഷേപ സംഘം നടക്കുമ്പോൾ വിൽക്കാനുണ്ട് കേരളം എന്ന് പറഞ്ഞ് VS അച്യുതാനന്ദൻ എഴുതിയ ലേഖനം തൊട്ട് ഇപ്പോൾ ഈ പരിപാടി നടക്കുന്ന ഹയറ്റ് റീജൻസിയുടെ നിർമ്മാണത്തിനെതിരെ CPM നടത്തിയ പ്രതിഷേധം വരെ ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്. ഇതല്ലായിരുന്നു സ്വീകരിക്കേണ്ട നിലപാടുകൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്നുള്ള ഒരു സ്വയം തിരിച്ചറിവും ആ ഒരു സന്ദേശവും ഒക്കെ കൂടിയാണ് പാർട്ടിയുടെ നേതാക്കൾ നൽകുന്നത്. അങ്ങനെ ശശി തരൂർ എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണസമയത്ത് മാത്രമല്ല UDFന്റെ ഭരണകാലത്തും ദേശീയപാത, വിഴിഞ്ഞം തുറമുഖം, മെട്രോ തുടങ്ങിയിട്ടുള്ള വികസന പദ്ധതികൾക്ക് അനുകൂല നിലപാടെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളല്ല, ശശി തരൂർ അദ്ദേഹത്തെ ലേഖനത്തിലാണ്. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, വിഴിഞ്ഞം തുറമുഖം അദാനിക്ക് കൊടുത്തതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കടുത്ത എതിർപ്പുണ്ട്. വലിയ അഴിമതിയാണ്, കേരളത്തിൽ വിൽക്കുന്നതിന് തുല്യമായ അഴിമതിയാണ് നടന്നത് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. പക്ഷെ അപ്പോഴും ഞങ്ങളെടുത്ത നിലപാടെന്താ? നിങ്ങൾ ഓർമ്മയില്ല, 2016 മധ്യത്തിലാണല്ലോ പിണറായി വിജയന്റെ ഗവൺമെന്റ് വരുന്നത്. 2016 ജനുവരി മാസത്തിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും അന്നത്തെ പിന്നീട് ധനകാര്യമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക്കും ചേർന്നുകൊണ്ട് നടത്തിയ പത്രസമ്മേളനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ പറഞ്ഞത് വിഴിഞ്ഞം പദ്ധതി വരരുത് എന്നല്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഗവൺമെന്റാണ് അധികാരത്തിൽ വരുന്നതെങ്കിലും വിഴിഞ്ഞ പദ്ധതി കൊടുത്ത നിലപാടുകളോട് ഞങ്ങൾക്ക് കടുത്ത വിയോജിപ്പുണ്ടെങ്കിലും വിഴിഞ്ഞത്തെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. കരാറിൽ നിന്ന് ഞങ്ങൾ പിൻവാങ്ങുന്ന പ്രശ്നമില്ല. കാരണം അത് കേരളത്തിന്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇതാണ് ഞങ്ങളുടെ നിലപാട്. പദ്ധതികളിൽ ഉണ്ടാകുന്ന തെറ്റായ കാര്യങ്ങളെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അല്ലാതെ പദ്ധതിയെ വരാൻ വേണ്ടി പാടില്ല എന്നൊരു നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു കാലത്തും കേരളത്തിൽ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്.